വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നോർമൽ ഒരു ഫേസ് വൈറ്റനിങ് മാത്രം നമുക്ക് നൽകുന്ന ഒരു പാക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. അതും നമ്മുടെ കിച്ചണിലുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലെൻസിങ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ജസ്റ്റ് കുറച്ച് തൈര് എടുക്കുക, ഒരു ബൗളിലെടുത്തിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ജെൻറ്റിലി ഒന്ന് സ്ക്രബ് ഔട്ട് അല്ലെങ്കിൽ സർക്കുലർ മോഷനിൽ നമ്മുടെ ഫേസ് ഓവറോൾ നന്നായിട്ട് മസാജ് ചെയ്യും. അതിനുശേഷം നോർമൽ വാട്ടറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വീക്ക്ലി 2 ടൈംസോ അല്ലെങ്കിൽ 3 ടൈംസോ 4 ടൈംസോ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എത്രത്തോളം ചെയ്യുന്നോ അത്രയും ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടും. അപ്പോൾ തൈരെന്ന് പറയുന്നത് ഒരു നാച്ചുറൽ എക്സ്ഫോളിയേറ്റർ ആണ്. അതായത് നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞിരിക്കുന്ന എണ്ണമയം, മെഴുക്ക്, പൊടി, അങ്ങനത്തെ എല്ലാ ഡേർട്ടും ഇമ്പ്യൂരിറ്റീസും നമ്മുടെ പോഴ്സിൻ്റെ ഉള്ളിൽ തങ്ങിക്കിടക്കും. അതായത് നമ്മുടെ പോഴ്സിനെ നല്ലോണം ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് വേണ്ടാത്ത ഈ ഒരു അഴുക്കും ജേംസും ബാക്ടീരിയാസും എല്ലാം തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. ഇത് മാത്രമല്ല നമ്മുടെ ഏജിങ് പ്രോസസ്സിങ് നല്ലോണം സ്ലോ ഡൗൺ ചെയ്യാനും നമ്മുടെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ആൻറ്റി ഏജിങ് ഇൻഗ്രീഡിയൻ്റ് ആണ് തൈരെന്ന് പറയുന്നത്. ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ ഡൾ ആൻഡ് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്കിൻ നല്ലോണം റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്ത് റിപ്പയർ ചെയ്ത് നമ്മുടെ സ്കിന്നിനൊരു ഈവൻ സ്കിൻ ടൂൺ നൽകാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിൻ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നാച്ചുറലി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ കൂടിയാണ് നമ്മുടെ കേർഡ്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഫംഗ്ഷന് പോകണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഹാഫ് അവർ മുന്നേ നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് ക്ലെൻസൊക്കെ ചെയ്തിട്ട് നല്ലോണം നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്തിട്ട് ആ ഒരു ഈവൻ സ്കിൻ ടൂണും അതിനുശേഷം നമ്മൾ മേക്കപ്പൊക്കെ ഇടുമ്പം നല്ല ഒരു ക്ലിയർനെസ് നമ്മുടെ ഫേസിന് കിട്ടും. അതേപോലെ തന്നെ കുറച്ചുകൂടെ ഒരു വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റിങ്. അതിന് കാരണം നാച്ചുറൽ എക്സ്ഫോളിയേറ്റർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു ഡേർട്ടും ഇമ്പ്യൂരിറ്റീസൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ലോണം ക്ലീൻ ആൻഡ് ക്ലിയർ ആവും. അതും ഒരു കാരണമാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന റെഡ്നെസ് ആയിക്കോട്ടെ, പിമ്പിൾസ് ആയിക്കോട്ടെ, ആക്നി സ്പോട്ട് ആയിക്കോട്ടെ, എന്തൊക്കെ തരം പ്രോബ്ലംസ് ഉണ്ടോ അതിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. നമ്മൾ എല്ലാ ദിവസവും ഇതേപോലെ കുറച്ച് നേരം ഒന്ന് തൈര് അപ്ലൈ ചെയ്ത് ജെൻറ്റിലി സ്ക്രബ് ഔട്ട് അല്ലെങ്കിൽ മസാജൊക്കെ ചെയ്തതിന് ശേഷം പ്ലെയിൻ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്യുകയാണെങ്കിൽ നല്ല ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു ഫേസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു 30 ഡേയ്സൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് വെളുത്ത് വരും. നമ്മൾ വേറെ പ്രത്യേകിച്ച് ക്രീംസോ കാര്യങ്ങളോ ഒന്നും തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാവരും വീട്ടിൽ മിക്കപ്പോഴും കാണുന്നതാണ് തൈര്. അപ്പോൾ കുറച്ച് തൈര് ഇതേപോലെ എടുത്തിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് മസാജ് ഓവറോ അല്ലെങ്കിൽ സ്ക്രബ് ഔട്ടോ ചെയ്യുക. അതിനുശേഷം വാഷ് ഓഫ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. വളരെ സിമ്പിളാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുട്ടി ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു.